let's start our next session. For speaking about the next session, the heading is torque acting on a rectangular loop which is placed in an external magnetic field. Torque acting on a rectangular loop which is placed in an external magnetic field. ഒരു external magnetic field ഒരു rectangular loop എടുക്കുകയാണെങ്കിൽ ആ rectangular loopന്റെ മേലുള്ള torque. What we are going to speak about is torque acting on a rectangular loop which is placed in an external magnetic field. For speaking about that, let us have a magnet whose north pole is like this. We are having another magnet whose south pole is over here. Okay, there is one magnet whose north pole is over here and there is another magnet whose south pole is over here. Then between the two magnets we are placing a rectangular loop. We are placing a rectangular loop, but I'm drawing the rectangular loop like a parallelogram. It is because we are imagining it in a three-dimensional plan. ഇതിപ്പം ഈ ഒരു സാധനമാണ് നമ്മൾ റെക്ടാംഗുലർ ലൂപ്പ് ആയിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് വിചാരിച്ചോ. ഞാൻ റെക്ടാംഗുലർ ലൂപ്പിനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുമ്പം നമുക്കതൊരു പാരലോഗ്രാമിന്റെ രൂപത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. യു ക്യാൻ ഇമാജിൻ ഇറ്റ് ഇൻ ദ ഫോം ഓഫ് എ പാരലോഗ്രാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ റെക്ടാംഗുലർ ലൂപ്പിനെ എങ്ങനെ വരച്ചത്. ദിസ് ഇസ് ദ സൈഡ് വ്യൂ. എന്ത് വ്യൂ? This is the side view of our rectangular loop. Okay, and let's assume that a current I is passing like this. There is a current I passing like this. ഒരു I current ഇങ്ങനെ pass ചെയ്യുന്നുണ്ട്. Okay, there's an I current which is passing like this. Then let us name the vertex of rectangular loop P, Q, R and S. ഇതുവരെയുള്ള കാര്യങ്ങൾ റെഡി അല്ലേ? റെക്ടാംഗുലർ ലൂപ്പ് എടുത്തു, റെക്ടാംഗുലർ ലൂപ്പിന് PQRS എന്ന് പേര് കൊടുത്തു. ആ റെക്ടാംഗുലർ ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണ് വെച്ചത്. And the rectangular loop is having a current passing, that is I, in this fashion. Then let us say the distance from P to Q is small a. PQ ന്റെ length small a ആണെങ്കിൽ RS ന്റെ length എന്തായിരിക്കും? പറയ്. What is RS? Then what should be RS? If PQ is small a, it should be A itself. Then if QR is small b, then I could say the rectangular loop's dimension is small a and small b. ഈ റെക്ടാംഗുലർ ലൂപ്പിന്റെ ഡയമെൻഷൻ സ്മോൾ എ ആൻഡ് സ്മോൾ ബി ആണ്. ഈ ഡിസ്റ്റൻസ് വളരെ ചെറുതാണ് കേട്ടോ. ഈ ഡിസ്റ്റൻസ് വളരെ ചെറുത്. അപ്പൊ നമ്മൾ ആ ഡിസ്റ്റൻസിന് അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും യു ഹാവിങ് എ റെക്ടാംഗുലർ ലൂപ്പ് ആൻഡ് ദിസ് ഇസ് ദ സൈഡ് വ്യൂ. ഇങ്ങനെയുള്ള ഒരു റെക്ടാംഗുലർ ലൂപ്പ് എടുത്തിട്ട് ആ റെക്ടാംഗുലർ ലൂപ്പിനെ മുകളിൽ നിന്ന് നോക്കുകയായിരിക്കും. മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ റെക്ടാംഗുലർ ലൂപ്പിൽ PQRS ആണ് 4 സൈഡ് വിചാരിച്ചു. അല്ലെ 4 വേർട്ടെക്സ് PQRS ആണെങ്കിൽ നമ്മൾ അതിനെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് if you are going for the top view of the rectangular loop, ഈ rectangular loopന്റെ top view എന്നോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ I will draw that top view like this. This is the top view of the rectangular loop where this is Q and this is R. എന്നോട് ചോദിക്കുകയാണ് റെക്ടാംഗുലർ ലൂപ്പിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വരച്ചു നിർത്തും. എന്താ കാരണം? മുകളിൽ നിന്ന് നോക്കുമ്പം നമുക്ക് QR മാത്രമേ കാണുള്ളൂ. ഈ QR ക്യൂവിന്റെ താഴെ ആരുണ്ടാവും? ക്യൂവിന്റെ താഴെ ആരാ ഉണ്ടാവുക? P ആണോ S ആണോ? This is the top view of our rectangular loop. റെക്ടാംഗുലർ ലൂപ്പിനെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. ക്യൂവിന്റെ താഴെ ആരാ ഉണ്ടാവുക? ക്യൂവിന്റെ താഴെ ആരാ ഉള്ളത്? ഇമാജിനെ ക്യൂവിന്റെ താഴെ ആരാ ഉള്ളത്? P ആണ്. P. ആറിന് താഴെ ആരുണ്ടാവും? ആറിന് താഴെ ആരുണ്ട്? S. അപ്പൊ ആൾക്കാർ ചോദിക്കുകയാണ് ഇതെന്താ ഇത് ഇങ്ങനെയാണ് റെക്ടാംഗുലർ ലൂപ്പിന് വരയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും
റെക്ടാംഗുലർ ലൂപ്പിന്റെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂല് ആണ് ഇങ്ങനെ വരച്ചു. അപ്പൊ ചോദിക്കും എല്ലാ പി ക്യു ആർ എസിലെ പി യു എസ് ഒക്കെ എവിടെ? ക്യൂവിന്റെ താഴെ ഉണ്ട് പി, ആറിന് താഴെ ഉണ്ട് എസ്, ആറിന് താഴെ എസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ നോർത്ത് പോളും സൗത്ത് പോളും ഉള്ളത് കൊണ്ട് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് ഉണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് അല്ലേ? അപ്പം ഈ റെക്ടാംഗുലർ ലൂപ്പിന്റെ മേലെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ടോപ്പ് വ്യൂവിലും മാഗ്നറ്റിക് ഫീൽഡ് ബി ഇങ്ങോട്ടായിരിക്കും. ഡൗട്ട് ഉണ്ടോ? The rectangular loop is placed in a uniform magnetic field B in this direction, that is towards right. Is that clear? Then let me ask you, what is the direction of current from P to Q in the top view? Top view il P in Q lekkulla current inde direction mark cheyan parnu. Top view il adayithu ee diagrammil P in Q lekkulla current inde direction mark cheyan parnundengil namukku endu ariyam? Da Q നാറിലേക്കുള്ള കറണ്ട് ഇതാ ഈ ഡയറക്ഷൻ ആണ് അല്ലെ? Q നാറിലേക്ക് കറണ്ട് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ P ന്ന് Qയിലേക്കുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ മാർക്ക് ഇറ്റ് ലൈക്ക് ദിസ്. ഒരു കുത്തിട്ട് കാണിച്ചു. ഡോട്ട് ഇട്ട് കാണിക്കുന്നത് എന്താ? ഔട്ട്വേർഡ്സ് ആണോ ഇൻവേർഡ്സ് ആണോ? ഡോട്ട് ഇട്ട് കാണിക്കുന്നത് ഇസ് ഇറ്റ് ഔട്ട്വേർഡ്സ് ഓർ ഇൻവേർഡ്സ്? Outwards. Outwards. Therefore PQ is like this. That means P ന്ന് Qയിലേക്ക് കറണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മളെ റെക്ടാംഗുലർ ലൂപ്പ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? P ന്ന് Qയിലേക്ക് കറണ്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുക? Q ന്ന് Rലേക്ക് കറണ്ട് പാസ് ചെയ്യുക. P ന്ന് Qയിലേക്ക് കറണ്ട് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വരുന്നതിനോണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഡോട്ട് ഇട്ട് കാണിച്ചത്. Is it clear? Can you imagine that? ഈ ഡോട്ട് ആരാ? ഈ ഡോട്ട് ആരാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കറണ്ട്. എവിടുന്ന് എവിടേക്കുള്ള കറണ്ട്? കറണ്ട് ഫ്രം P to Q. ഇറ്റ് ഇസ് കമ്മിങ് ഔട്ട്. പിന്നെ ഇങ്ങനെ പാസ് ചെയ്യും അല്ലെ? ആണോ? ഇനി വാട്ട് ഇസ് ദ കറണ്ട് ഫ്രം R to S then? P ന്ന് Qയിലേക്ക് കറണ്ട് പുറത്തേക്ക് വന്നിട്ട് ആ Q ന്ന് R ല് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തിട്ട് R ന്ന് S ലേക്കുള്ള കറണ്ട് എങ്ങനെ ഉണ്ടാവും? Inwards. Yes, it is inwards. We will mark it in a cross mark, as a cross mark. Okay. സാധാരണ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഡോട്ടും ക്രോസും ഒക്കെ ഇട്ട് കാണിക്കാറ്. ഇതുവരെയുള്ള സിറ്റുവേഷനിൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഡോട്ടും ക്രോസ് ഒക്കെ ഇട്ട് കാണിക്കാറ്. പക്ഷേ ഈ സിറ്റുവേഷനിൽ നമ്മൾ കറണ്ടിനെ ഡോട്ടും ക്രോസ് ഒക്കെ ഇട്ട് കാണിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതും കറണ്ട് തന്നെയാണ് കാണിച്ചല്ലേ? ആണ് കറണ്ട്. Then let me ask you, what is the force on the conductor PQ? FPQ ന്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്ന് വെച്ചു? FPQ ന്റെ ഡയറക്ഷൻ, അതായത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ടെങ്കിൽ there will be a force. If you are having a current carrying conductor which is placed in an external magnetic field, there will be a force. Okay, so we have to find out the direction of FPQ. In order to find out the direction of FPQ, let me say, നിങ്ങൾ ഇമാജിൻ ചെയ്തോ FPQ ന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് എങ്ങോട്ടാ? ഔട്ട്വേർഡ്സ്. കറണ്ട് ഔട്ട്വേർഡ്സ് ആണ്. What's the direction of magnetic field? The direction of magnetic field is towards right. If this is the direction of magnetic field and this is the direction of current, you could use your left hand to find out the force. Forefinger ആരുടെ ഡയറക്ഷൻ വെക്കണം? Forefinger ആരുടെ ഡയറക്ഷൻ വെക്കണം? പറയ്. Forefinger. Field. It should Magnetic be field. kept in the direction of magnetic field. Yes. Middle finger should be kept in the direction of current. അല്ലെ? നിങ്ങളെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തോട്ടോ. എന്റെ ലെഫ്റ്റ് ഹാൻഡ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഇല്ലേ? അപ്പം forefinger should be placed in the direction of field. Middle finger should be placed in the direction of current. Then thumb എങ്ങോട്ടാ? Upwards or downwards? Upwards. Yes, Upwards. numbers upwards. That is, the force acting on PQ is upwards. അതിനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യട്ടെ. ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ FPQ is upwards. FPQ is upwards. നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ? Then what's the direction of FRS? Now we are asked to find out the direction of FRS. What is the direction of FRS? For that also you have to consider RS, the current is inwards. In RS the current is inwards, and
In the case of RS also, the magnetic field is like this, that is towards right. Then you could use your left hand, forefinger in the direction of field, middle finger in the direction of current. Current is inwards, field is towards right, therefore the thumb. എങ്ങോട്ടാ പറയ്? അങ്ങോട്ടാ? Downwards. Downward. Yes, it is Downward. downwards. നിങ്ങളെ കൈ വെച്ചിട്ട് തന്നെ കൺഫേം ചെയ്തില്ലേ? FPQ മേലോട്ടേക്കും, FRS downwards. Therefore, let me mark the FRS over here. അല്ലേ? അപ്പൊ FRS ഇങ്ങോട്ട്. FRS, it is like this. Okay. FRS is like this. FPQ മുകളിലേക്ക്, FRS താഴോട്ടേക്ക്. അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ FPQന്റെ വില എന്താ? What is the magnitude of FPQ? In order to find out the value of FPQ, you will have to remember what is the force acting over a current carrying conductor which is placed in an external magnetic field. The force acting over a current carrying conductor which is placed in an external magnetic field. What's the formula? What is the formula? ILB. Yes, it is ILB. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Yes, sir. Yes, I think disconnect ആയി തോന്നുന്നു. Then can you see the screen now? Can you see the screen now? No, sir. Wait, Yes, wait, sir. wait. ഇപ്പൊ വരും. Yes. Yes. Audio clear ആണോ? ഞാൻ പറയുന്നത് yes. അപ്പം ഇനി നോക്കിക്കോ. അപ്പൊ F is equal to ILB. F is equal to ILB അല്ല, ILB sin theta എഴുതുന്നതിന് മുന്നേ പോയില്ലേ? F is equal to ILB sin theta എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ് നമ്മൾ FPQ നെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. And if you are using this standard formula in finding out FPQ, what's I? I is I itself. In this case also the current is I itself. Then what is L? L is the length of conductor. That means L is the length of the conductor PQ. What's the length of the conductor PQ? What is the length of the conductor PQ? What is the length of the conductor PQ? Yes, it is A. Therefore, IAB sine, what is theta? Theta is the angle between magnetic field intensity and the current and magnetic field intensity. They are having an angle of what? What's the angle between current and magnetic field intensity? In this case, it is 90 degree. In this case, it is 90 degree. Therefore, what's sin 90? Sin 90 is 1. Therefore, let me write FPQ over here. FPQ is equal to IAB. Can you see it? Now we are having the value of FPQ as IAB. Can you see it? FPQ is IAB. Okay. In കറണ്ടിന്റെ ഡയറക്ഷൻ ഇവിടെ ഔട്ട്വേർഡ്സ് നോക്കി PQ-ലുള്ള നമ്മുടെ ടോപ്പ് വ്യൂല് കറണ്ട് ഔട്ട്വേർഡ്സ്. അപ്പം കറണ്ട് Z ആക്സിസിന്റെ രൂപത്തിലാണ് വിചാരിച്ചോ, മാഗ്നറ്റിക് ഫീൽഡ് X ആക്സിസിന്റെ രൂപത്തിൽ, ഫോഴ്സ് Y ആക്സിസിന്റെ രൂപത്തിൽ. വെറുതെ XYZ ആക്സിസിന്റെ രൂപത്തിൽ സങ്കല്പിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ദാ X ആക്സിസിന്റെ രൂപത്തിലാണ്, കറണ്ട് ഔട്ട്വേർഡ്സ് അല്ലേ, അതായത് Z ആക്സിസിന്റെ രൂപത്തിൽ. അപ്പൊ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. ക്ലിയർ? ക്ലിയർ അല്ലേ? FPQ അല്ലേ കണ്ടുപിടിക്കുന്നത്? PQ-ലുള്ള കറണ്ട് ഔട്ട്വേർഡ്സ് അല്ലേ, അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. Okay, therefore we know the value of FPQ. In the similar manner, let's find out FRS. The current is I itself. What's the length of RS? The length of RS is also what? A itself. RS length A. The magnetic field intensity is B itself. What is the angle? Angle between current and magnetic field. In this case, the current is inwards, magnetic field is like this. Therefore, in this case also, the angle is 90 degree. Am I correct? Am I correct? Then you could write FRS is equal to IAB. Therefore, FRS is also determined IAB. Then I could conclude FPQ
magnitude will be equal to FRS magnitude. The magnitude of FPQ and magnitude of FRS is same. Correct alle? Correct alle? Correct alle? Yes, sir. Therefore, equal and opposite forces acting over equal and opposite force ആണ് ഇതിന്റെ മേലെ ആക്ട് ചെയ്യുന്നത്. ഈ റെക്ടാങ്കുലർ ലൂപ്പിന്റെ രണ്ട് സൈഡ്സിലും പി ക്യൂവിന്റെ മേലെയും ആർ എസിന്റെ മേലെയും ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ form a couple. Equal and opposite forces acting on a body will form a couple which will produce a rotational effect. Equal and opposite force acting on a body will form a couple which will produce a rotational effect. Hence there will be a torque. Torque ഉണ്ടാവും. Opposite force ആണ് ആദ്യം മനസ്സിലായിരുന്നു. ഇത് ഈക്വൽ ആണെന്ന് മനസ്സിലാക്കി. Therefore there will be a torque. Torque can be obtained by the relation force into perpendicular distance. Can I say? Torque ne namakku force into perpendicular distance. Okay le? Yes, sir. Yes, then we have to find out the perpendicular distance in this case. Force നമുക്ക് already അറിയാം. Force എത്ര? FPQ അല്ലെ FRS, that is equal IAB ആണ് നമുക്ക് അറിയാം. അപ്പോൾ perpendicular distance കണ്ടുപിടിക്കണം. അപ്പോൾ ചോദിക്കുകയാണ് എന്തിന് perpendicular distance? Perpendicular distance means perpendicular distance to what? Perpendicular distance to force. Torque is equal to force into perpendicular distance. Perpendicular distance is the force into perpendicular distance. In order to say the perpendicular distance to force, in order to say about the perpendicular distance to force, let me draw a dotted line like this. നിങ്ങളിപ്പോൾ ഞാൻ വരയ്ക്കുന്ന dotted line കാണില്ലേ? ആ dotted line ഇങ്ങോട്ടേക്ക് ഒരു dotted line വരച്ച്, therefore this angle is 90 degree. Okay, this angle is 90 degree. This angle is 90 degree. We have marked this point as Q and we have marked this point as R. Let me mark this point as T. QRT എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നിങ്ങൾ കാണുന്നുണ്ടോ? Can you see that right angle triangle QRT? Yes or no? Yes, sir. Yes. Help me in identifying the perpendicular distance. What is perpendicular distance? Is it QT, TR or QR? Is it QT, TR or QR? Force in a perpendicular ആയിട്ടുള്ള distance. ആ green color വരച്ച force in a perpendicular ആയിട്ടുള്ള distance ഏതാണ്? TR. Yes, it is TR. TR is the perpendicular distance to the two force. Clear അല്ലേ? TR ആണ്. അങ്ങനെയാണെങ്കിൽ perpendicular distance TR ആണ്. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഗോസ് തിയറത്തിലെ ഏരിയ വെക്ടർ എന്ന് പറയുന്ന ഒരാളെ പഠിച്ചില്ലേ നമ്മൾ? ഗോസ് തിയറത്തില് in our Gauss's theorem we have learned area vector. Area vector ഏരിയക്ക് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആയിരുന്നോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആയിരുന്നോ? ഏരിയ വെക്ടർ ഏരിയക്ക് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആയിരുന്നോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആയിരുന്നോ? ഏരിയ വെക്ടർ ഏരിയക്ക് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആണോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണോ? Perpendicular. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ. ഇതാണ് ഏരിയ എങ്കിൽ ഏരിയ വെക്ടർ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും അല്ലേ? അപ്പം ഇത് നമ്മളുടെ PQRS എന്ന് പറയുന്ന റെക്ടാങ്കുലർ ലൂപ്പിന്റെ ടോപ്പ് വ്യൂ അല്ലേ? ഇമാജിൻ ചെയ്തൂടെ, ഇത് PQRS എന്ന് പറയുന്ന റെക്ടാങ്കുലർ ലൂപ്പിന്റെ ടോപ്പ് വ്യൂ അല്ലേ? അതുകൊണ്ട് ഐ എം മാർക്കിംഗ് എ വെക്ടർ എ ഓവർ ഹിയർ. ഇത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഏരിയ വെക്ടർ ആണ്. ആരാ? ഏരിയ വെക്ടർ. ആരാ ഏരിയ വെക്ടർ? ആ PQRS എന്ന് പറയുന്ന റെക്ടാങ്കുലർ ലൂപ്പിന്റെ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ. PQRS എന്ന് പറയുന്ന റെക്ടാങ്കുലർ ലൂപ്പിന്റെ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണിത്, ഏരിയ വെക്ടർ. കുഴപ്പമുണ്ടോ? ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ന്യൂമറിക്കലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്മോൾ എ ഇൻറ്റു സ്മോൾ ബി. ഏരിയ വെക്ടർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എന്താ? ഏരിയ തന്നെ. മാഗ്നിറ്റ്യൂഡ് ഏരിയ ആണെങ്കിൽ ഈ റെക്ടാങ്കുലർ ലൂപ്പിന്റെ ഏരിയ എന്താ? സ്മോൾ എ ഇൻറ്റു സ്മോൾ ബി. അപ്പൊ അത് ഏരിയ വെക്ടർ ആണ്. ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഏരിയക്ക് പെർപെൻഡിക്കുലർ. ഡൗട്ട് ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ ഞാൻ ഇവിടെ ഏരിയ വെക്ടർ വരച്ച സ്ഥലത്ത് തന്നെ മാർക്ക് ചെയ്യട്ടെ. ഐ എം മാർക്കിംഗ് ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്
on the rectangular loop, it is like this. E B ara magnetic field intensity. Rectangular loop വെച്ച സ്ഥലത്തുള്ള external magnetic field intensity. A ara area vector. അങ്ങനെയാണെങ്കിൽ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ട് ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് ഫൈ. ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ഫൈ. ആരൊക്കെ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ? ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. The angle between area vector and magnetic field intensity is phi. Okay. Therefore, can I ask you, ഈ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഈ റെഡ് കളർ ലൈനിന് പെർപെൻഡിക്കുലർ അല്ലേ? ഞാൻ ഇവിടെ വരച്ച ഈ ഒരു ഏരിയ വെക്ടറിന്റെ ലൈന് റെഡ് കളർ ലൈനിന് പെർപെൻഡിക്കുലർ അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? Yes, sir. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ലൈന് ഈ ഡോട്ടഡ് ആയിട്ട് വരച്ച ഈ ലൈന്, ഈ രണ്ട് ഡോട്ട് ഇട്ട് കാണിച്ച ഈ ലൈനിന് പെർപെൻഡിക്കുലർ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ലൈന് ഈ ഡോട്ട് ഇട്ട് കാണിച്ച ഈ ലൈനിന് പെർപെൻഡിക്കുലർ അല്ലേ? ആണോ? Yes or no? Yes, sir. Yes. Yes. Therefore, ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, the angle made between area vector and magnetic field intensity will be exactly equal to this angle. It's because A is perpendicular to this red color line and B is perpendicular to this line. കുഴപ്പമുണ്ടോ? ഈ രണ്ടാൾക്കാർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ രണ്ടാൾക്കാർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും ഫൈ. Am I clear to you up to this? Yes, sir. Yes. Then let me redraw that right angle triangle over here. I'm just redrawing that right angle triangle over here. This angle is phi. This angle is phi. This point is our Q. This point is our R. This point is our T. Okay. Q, R and T. This is the right angle triangle. We have to find out the perpendicular distance, that is TR. We have to find out the perpendicular distance, which is TR. Let me ask you, what is QR? What's the length of QR? What is the length of QR? B. QR the length B. What is sine phi from this right angle triangle? From this right angle triangle, you just give me the value of sine phi. Sine phi. Sine phi is opposite side, that is TR divided by hypotenuse, that is B. Therefore, what is TR? Sine phi എന്ന് പറയുന്നത് TR by B. അപ്പോൾ TR is equal to B sine phi. TR is equal to B sine phi. Is it clear? Is this clear? Yes. അങ്ങനെയാണെങ്കിൽ what is perpendicular distance then? Perpendicular distance പിന്നെന്താ? Perpendicular distance upon B sine phi. Is it clear? Clear. TR can be written as B sine phi. Did you understand it? Yes, sir. Yes, sir. Then let's substitute for torque. Therefore, torque is equal to, what is force? Force is IAB. Force is IAB. IAB into what is perpendicular distance? It is B sine phi. Perpendicular distance is B sine phi. Therefore, IAB into B sine phi. Then can you say what is A into B? Small a into B, it is area. Small a into B is area. Therefore, torque is equal to I capital A B sine phi. Can I write like this? Torque is equal to IAB sine phi. Did you get this relation? This is the expression for torque acting on a rectangular loop which is placed in an external magnetic field. This is the mathematical expression for torque acting on a rectangular loop which is placed in an external magnetic field. What is I? What's I? Current. It is the current passing through the rectangular loop. What is A? It is the area of cross section. Area vector nu parayam, adinte numerical value enda? Area of cross section. Area of cross section of that rectangular loop. What is B? It is the magnetic field intensity in which the loop is kept. And what is phi?
അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫൈ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. What is phi? It is the angle between area vector and external magnetic field intensity. Okay, phi is the angle between area vector and external magnetic field intensity. Yes, correct. Sir, final answer load എത്തുന്ന സ്റ്റെപ്പ് ഇല്ല സർ. 2b ഉള്ളത് അവിടുന്ന് എങ്ങനെ എത്തിയത്? സ്മോൾ a into സ്മോൾ b എന്ന് പറയുന്നത് ക്യാപിറ്റൽ A ആണെന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, ഏരിയ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ റെക്ടാംഗുലർ ലൂപ്പിന്റെ ഏരിയ കിട്ടും. റെക്ടാംഗുലർ ലൂപ്പിന്റെ സൈഡ് ലെങ്ത് അല്ലേ സ്മോൾ എയും സ്മോൾ ബിയും. അപ്പം സ്മോൾ എ ഇൻറ്റു സ്മോൾ ബി ചെയ്തിട്ടുണ്ട് റെക്ടാംഗുലർ ലൂപ്പിന്റെ ഏരിയ കിട്ടും. ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ന്യൂമറിക്കലി ഏരിയ തന്നെയല്ലേ. ഏരിയ വെക്ടറിന് ഡയറക്ഷൻ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടെങ്കിലും ഏരിയ വെക്ടർ ന്യൂമറിക്കലി ഏരിയ ആണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റെഡ് ഓഫ് ദി സ്മോൾ എ ആൻഡ് സ്മോൾ ബി ഐ ആം റീപ്ലേസിംഗ് ഇറ്റ് ബൈ ക്യാപിറ്റൽ എ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടും. പറഞ്ഞോ. ഈ റെക്ടാംഗിളിന്റെ ഓരോ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. റെക്ടാംഗിളിന്റെ ഓരോ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ആണ്. അപ്പൊ ഈ TQR എങ്ങനെയാ ഫൈ ആവുക? എന്ത് മനസ്സിലായില്ല? PQR ഈ ആംഗിൾ TQR ഉണ്ടല്ലോ. ആംഗിൾ PQR അത് ഈ റെക്ടാംഗുലർ ലൂപ്പിന്റെ ഒരു ഭാഗമാണല്ലോ. ആംഗിൾ TQR അല്ലടാ, ആംഗിൾ TQR ആണ്, PQR അല്ല. റെക്ടാംഗുലർ ലൂപ്പിന്റെ ഭാഗമല്ല. ഇതാണ് ഒരു റെക്ടാംഗുലർ ലൂപ്പിന്റെ ടോപ്പ് വ്യൂ അല്ലേ. ആ റെക്ടാംഗുലർ ലൂപ്പിന്റെ ടോപ്പ് വ്യൂ എന്ന് ആ QR എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിന്ന് വരയ്ക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണിത് അല്ലേ. ഈ റെക്ടാംഗുലർ ലൂപ്പ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാ നിൽക്കുന്നത് അല്ലേ. മനസ്സിലായോ? ഈ ചോപ്പ് കളറിൽ വരച്ച സാധനത്തിന്റെ അവിടെയാണ് റെക്ടാംഗുലർ ലൂപ്പ് നിൽക്കുന്നത് അല്ലേ. കിട്ടി. സൈഡിലോട്ട് വരച്ചാണല്ലേ. ഈ ഒരു പ്ലെയിനിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ വരച്ച ഒരു പെർപെൻഡിക്കുലർ ആണ്. ഇതൊരു പ്ലെയിൻ ആണ്. ആ പ്ലെയിൻ ഇങ്ങനെ ഇവിടെ സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. ഒരു പ്ലെയിൻ ആണിത്. ആ പ്ലെയിനിന് സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നതിനോണ്ടാണ് നമുക്കൊരു ലൈൻ രൂപത്തിൽ തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇതിന് സ്പെഷ്യൽ കേസ് ആയിട്ട് ഇത് 2 ടേണുള്ള ലൂപ്പ് ആണെങ്കിലോ. ഇത് ലൂപ്പ്സ് ഓഫ് 2 ടേൺസ്. ലൂപ്പിന് 2 ടേൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എന്നാൽ ടോർക്ക് സിഗ്നൽ 2iAB sin phi കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇഫ് ലൂപ്പ് is of n turns, what if the loop is of n turns? n turns ഉള്ള ലൂപ്പ് ആണെങ്കിലോ. if the loop is of n turns ആണെങ്കിൽ then can you say the expression for torque? If the loop is of n turns, what is the? Yes, it is NIAB sin phi. The expression for torque then it will be NIAB sin phi. ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു എക്സ്പ്രഷൻ. What is the expression for torque acting on a rectangular loop which is placed in an external magnetic field എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ you should say it is NIAB sin phi. The torque acting on a rectangular loop which is placed in an external magnetic field is NIAB sin phi, where N is the number of turns, I is current, A is area of cross section, B is external magnetic field intensity, and phi is the angle between area vector and magnetic field intensity. Clear? ഈ ഒരു ഇക്വേഷൻ ആണ്. പറയ അബേ പറഞ്ഞോ. സാർ ഇവിടെ QR-ന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ബി പോകുന്നത്? QR പെർപെൻഡിക്കുലർ ആയിട്ടാണോ ബി പോകുന്നത്? അല്ല. നമ്മള് നിങ്ങളുടെ റൂമിന്റെ 2 ചുമരാണ് നോർത്ത് പോളും സൗത്ത് പോളും ചോദിച്ചോ. നമ്മള് ആ റെക്ടാംഗുലർ ലൂപ്പിന് എങ്ങനെയാ വെച്ചത്? അതായത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചില്ല, ഒരു ആംഗിളിലാണ് വെച്ചത്. അപ്പൊ QR-ന് പെർപെൻഡിക്കുലർ ആയിട്ട് ബി പോകുന്ന സിറ്റുവേഷൻ അല്ല. ഓക്കെ സാർ. അപ്പൊ എങ്ങനെ കിട്ടി? ഈ ഇക്വേഷൻ ആണ് നിങ്ങളിപ്പം റൂമിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ തലേന്റെ മേലെ കറങ്ങുന്ന ഫാന് കറങ്ങാൻ കാരണം NIAB sin phi ആണ്. ഇനി നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിനുള്ള എക്സോസ്റ്റ് ഫാൻ കറങ്ങാനുള്ള കാരണം ടോർക്ക് ഫിസിക്കൽ NIAB sin phi ആണ്.
ഏതൊരു മെഷീൻ്റെ ഉള്ളിലുള്ള മോട്ടോർ കറങ്ങാനുള്ള കാരണവും ടോർക്ക് ഇസിക്കൽ NIAB sin phi ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മളുടെ ഹ്യൂമൻ സിവിലൈസേഷനിൽ വളരെ വലിയൊരു മാറ്റം വരുത്തിയ ഇക്വേഷൻ. കാരണം മോട്ടോർ കണ്ടുപിടിച്ചതോടുകൂടിയല്ലേ നമുക്ക് എന്ത് ചെയ്യുന്നത്, കുറെ കാര്യങ്ങൾ എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റാൻ തുടങ്ങിയത്. ആണോ? മെഷീൻസ് നമ്മളെ ഹ്യൂമൻ ലേബറിനെ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങിയത് മോട്ടോർ കണ്ടുപിടിച്ചതോടു കൂടിയാണ്. അപ്പൊ മോട്ടറിന്റെ കണ്ടുപിടുത്തത്തിന് പിന്നിലുള്ള ഇക്വേഷൻ ഇതാണ് അല്ലേ? ചില്ലറക്കാരനാണത്? ഈ സിറ്റുവേഷൻ മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ? ഇതിന് ഒരു സ്പെഷ്യൽ കേസ് കൂടി ഞാൻ പറയട്ടെ. ഇതിനൊരു സ്പെഷ്യൽ കേസ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, യൂണിഫോം ടോർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരൊരു പരിപാടി ചെയ്യും. യൂണിഫോം ടോർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് what they will do is they will take a cylindrical soft iron core. ഒരു സിലിണ്ടറിന്റെ ഷേപ്പുള്ള ഒരു സോഫ്റ്റ് അയണിന്റെ പീസ് എടുക്കും. ആ സിലിണ്ടറിക്കൽ സോഫ്റ്റ് അയൺ കോറിന്റെ മുകളില് നമുക്ക് ഇങ്ങനെ ആർമേച്ചർ കോയിലിനെ ചുറ്റാം. അതായത് നമ്മൾ ഈ കോപ്പർ വയർ ഇല്ലേ, ഞാൻ പറഞ്ഞ N ടേൺസ് ഉള്ള കോപ്പർ വയർ, അതിനെ നമുക്ക് ഇങ്ങനെ ഇതിന്റെ മേലെ ഇങ്ങനെ വൗണ്ട് ചെയ്തിടാം. എന്നിട്ട് we are providing magnetic field by using a concave shape magnet. ഒരു concave shape magnet ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുന്നത് വിചാരിച്ചോ. ഒരു സിലിണ്ടറിക്കൽ സോഫ്റ്റ് അയൺ കോറിന് മേലെയാണ് ആർമേച്ചർ കോയിൽ ചുറ്റിയിടുന്നത്. കോൺകേവ് ഷേപ്പ് മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതെങ്കിൽ ഈ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുക. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് ഇസ് ബിക്കോസ് ഈ ഒരു കോൺകേവ് ഷേപ്പ് മാഗ്നറ്റിന്റെ നോർത്ത് സെന്ററിലേക്ക് പോകുന്ന രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റ് ചെയ്യുക. അതേപോലെ സെന്ററിൽ നിന്ന് സൗത്തിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ആ സമയത്ത് നമ്മളുടെ ഫൈന്റെ വില 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ടോർക്ക് മാക്സിമം ആവുകയും ചെയ്യും. ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചോ. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോർക്ക് ഇസ് ഈക്വൽ ടു NIAB എന്ന് കിട്ടും. ഇതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോണ്ട് വിൽ സ്റ്റാർട്ട്. ഒരു വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് ഒരു വീഡിയോ കൂടി ഉണ്ട്. ഈ വീഡിയോ ഇപ്പൊ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഇപ്പം തന്നെ ഇടും. ഓക്കെ.